أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وحرمنا عليه المراضع من قبل فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون. فرددناه إلى أمه كي تقر عينها ولا تحزن ولتعلم أن وعد الله حق ولكن أكثرهم لا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1306 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28 അധ്യായമായ സൂറത്തുൽ ഖസസിലെ 12-13 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وحرمنا عليه المراضع من قبل فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون. فرددناه إلى أمه كي تقر عينها ولا تحزن ولتعلم أن وعد الله حق ولكن أكثرهم لا يعلمون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 12-13 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിതമാണ് സൂറത്തുൽ ഖസസിൽ വിവരണം ചെയ്യപ്പെടുന്നത്. ഫിറഔൻ ആധിപത്യം വാണിരുന്ന ഈജിപ്തിലേക്ക് ദൈവനിയുക്തനായ പ്രവാചകനായിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം എന്നിട്ട് അദ്ദേഹത്തിന്റെ ദൈവികമായി ചുമതലപ്പെടുത്തപ്പെട്ട ദൗത്യം നിർവഹിക്കുന്ന സംഭവബഹുലമായ ജീവിതകാണ്ഡം. അതിന്റെ ഏറെക്കുറെ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുന്ന വിധത്തിലാണ് സൂറത്തുൽ ഖസസിൽ വിവരിക്കപ്പെടുന്നത്. ഫിറഔൻ അതുപോലെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഖിബ്തി വംശജരായ പ്രമാണിമാർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഈജിപ്തിലെ ബനു ഇസ്രായേൽ സമൂഹത്തിനെ അടിച്ചമർത്തുകയും ചവിട്ടിമെതിക്കുകയും അപരവൽക്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്നതിനും ജനസംഖ്യാപരമായി അവരെ എണ്ണത്തിൽ വളരെ കുറഞ്ഞ ആളുകളാക്കി മാറ്റുന്നതിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഭരണവർഗം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബനു ഇസ്രായേൽ സമൂഹത്തില് പിറക്കുന്ന ആൺമക്കളെയൊക്കെ കൊന്നുകളയുക എന്ന ഒരു തീരുമാനം, പെൺമക്കളെ അപമാനിതരായിട്ട് ജീവിക്കാൻ വിടുകയും ചെയ്യുക എന്ന തീരുമാനം ഭരണവർഗം സ്വീകരിക്കുന്നത്. ആ ഒരു ചരിത്രഘട്ടത്തിലാണ് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പുത്രൻ ലാവി എന്ന പേരിൽ അറിയപ്പെടുന്ന പുത്രന്റെ സന്താന പരമ്പരയിൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ മൂസ അലൈഹിസ്സലാം ജനിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ ആ ജനന ഘട്ടത്തില് ബനു ഇസ്രായേൽ കുടുംബങ്ങളിൽ ജനിക്കുന്ന മുഴുവൻ ആൺമക്കളെയും കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫിറഔനും അയാളെ പിന്തുണക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഒക്കെ തന്നെ.
എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു കാര്യങ്ങളിൽ ഇടപെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നതിനുള്ള വളരെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമായിട്ട് കൂടിയാണ് മൂസ അലൈഹിസ്ലാമിന്റെ ജനനവും തുടർന്നുള്ള ദൈവികമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു ഇവിടെ വിശദമായിട്ട് വിവരിക്കുന്നു. മൂസ അലൈഹിസ്ലാമിന്റെ ഉമ്മയോട് അള്ളാഹു നൽകിയ നിർദ്ദേശം കുഞ്ഞിന് മുലയൂട്ടുക, ആശങ്കപ്പെടേണ്ട വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കുക. അള്ളാഹു ആ കുഞ്ഞിനെ സുരക്ഷിതമായ വിധത്തിൽ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായുടെ കൈകളിലേക്ക് തിരികെ എത്തിക്കും. അവർക്കൊന്നും അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത വിധത്തിൽ എന്നതാണ് നൽകപ്പെട്ടിരുന്ന നിർദ്ദേശം. അതിനെ തുടർന്ന് കുഞ്ഞിന്റെ കാര്യം വളരെ അരക്ഷിതമാണ് എന്ന് മനസ്സിലായപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഒരു പേടകം ഉണ്ടാക്കി അതില് കുഞ്ഞിനെ കിടത്തിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. എന്നിട്ട് തന്റെ പുത്രിയായ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരിയായ മിറിയമിനോട് ആവശ്യപ്പെടുന്നത് ആ കുഞ്ഞിനെ കിടത്തിയിട്ടുള്ള പേടകം നദിയിൽ ഏത് ഭാഗത്തേക്ക് എങ്ങനെയാണ് ഒലിച്ചു നീങ്ങുന്നത് എന്നത് നിരീക്ഷിച്ച് അതിന്റെ പുറകെ പോവാനാണ്. ആ സംഭവമാണ് വിവരിക്കപ്പെടുകയുണ്ടായത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത്. അതിനെ തുടർന്ന് അള്ളാഹു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി നമ്മൾ വായിച്ചു വെച്ച 2 ആയത്തുകളിലായിട്ട് പങ്കുവെക്കുകയാണ്. ആ ആയത്തുകൾ നോക്കുക. വഹറംന അലൈഹിൽ മറാദിയ മിൻ ഖബൽ. മറാദിയനെ നാം നേരത്തെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന് വിലക്കപ്പെട്ടതാക്കി മാറ്റിയിരുന്നു. മുർദിയാത്ത് എന്നതിന്റെ ബഹുവചനാണ് മറാദിയ. മുർദിയാത്ത് എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്നവൾ എന്നാണ് അർത്ഥം. വെറ്റ് നേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വെറ്റ് നേഴ്സ്. അമ്മയല്ലാത്ത മറ്റൊരു സ്ത്രീ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ആ സ്ത്രീയെ പരാമർശിക്കുന്ന പദമാണ് മുർദിയാത്ത്. അതുപോലെ സ്വന്തം കുഞ്ഞിന് മുലയൂട്ടുന്ന സ്ത്രീക്കും ആ പദം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ പറയേണ്ടി വരാറില്ല. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് അങ്ങനെ ഒരു പരാമർശം വരുന്നത് കാണാം. അന്ത്യനാളിനെ പരാമർശിച്ചുകൊണ്ട് കുല്ലു മുർദിയാത്തിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗം വരുന്നത് മുലയൂട്ടുന്ന അമ്മമാര് കുഞ്ഞിന്റെ കാര്യത്തിൽ അശ്രദ്ധരായി പോകുന്ന കാര്യം സൂചിപ്പിക്കുന്നതാണ്. അത് ആ ആശയം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ എന്തുമാത്രം ഇൻവോൾവ്മെന്റ് അവർക്കുണ്ടാകുമെന്ന് കാണിക്കുന്നതിനാണ് അവിടെ അത് പ്രയോഗിച്ചതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കരുതലോടുകൂടി, ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഏജിലെ അമ്മമാരുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പുനരാലോചനയ്ക്ക് വേണ്ടി വരും. പക്ഷെ മുലയൂട്ടുന്ന അമ്മമാരെന്ന് പറഞ്ഞാൽ വളരെ കരുതലോടുകൂടി കുട്ടിയെ വളരെ കെയർ ചെയ്തുകൊണ്ട് ചേർത്ത് പിടിച്ച് കുഞ്ഞിന് മുലയൂട്ടുന്ന വളരെ ശ്രദ്ധയുള്ള ഒരു പ്രയത്നമായിട്ടാണ്, ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു പോകുന്ന കുട്ടികളൊക്കെ പത്രങ്ങളിൽ വാർത്തയായിട്ട് ഇപ്പൊ സമീപകാലത്ത് വരുന്നുണ്ട്. അമ്മമാരുടെ പല കാരണത്താലുള്ള അശ്രദ്ധയും അതിന് കാരണമാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷനൊക്കെ വരുന്ന അവസ്ഥയിൽ അതൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിടെ പറയുന്നത് വഹറംന അലൈഹി, നാം അദ്ദേഹത്തിന് നിഷിദ്ധമാക്കി, അദ്ദേഹത്തിന് തടഞ്ഞു നേരത്തെ തന്നെ. മിൻ ഖബൽ,
നേരത്തെ തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ മറാദിയ, മറാദിയ എന്നത് മുർദിയത്തിന്റെ ബഹുവചനം, മുലയൂട്ടുന്ന സ്ത്രീകൾ. കൂലി വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി വളർത്തുന്ന ഒരു ജോലി ചെയ്തിരുന്ന തരം സ്ത്രീകൾ പഴയ നാടുകളിൽ പഴയ കാലത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാല്യത്തില് ശൈശവകാലത്ത് അദ്ദേഹത്തിന് മുലയൂട്ടിയിരുന്ന ഒരു ഗ്രാമീണ സ്ത്രീയെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹലീമ അസാദിയ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ അടുക്കലായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് പോറ്റി വളർത്താൻ, പാലൂട്ടി മുലയൂട്ടി പോറ്റി വളർത്താൻ വേണ്ടി. 1-2 വർഷങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ബാദിയയില്, ഡെസേർട്ടില്, ഗ്രാമീണ പ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ കാലത്തുണ്ടായ ചില സംഭവങ്ങളൊക്കെ ചരിത്രത്തില് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മുർദിയത്തായിട്ട് ഈജിപ്തിലും ആ ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്നല്ല, അതിന്റെ 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മുലയൂട്ടൽ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ വഹറംന അലൈഹിൽ മറാദിയ മിൻ ഖബൽ, പക്ഷെ മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ഈ നിലനിന്നിരുന്ന മുലയൂട്ടൽ സമ്പ്രദായം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ശിശുവിനെ മുലയൂട്ടാൻ ഫിറൗന്റെ കൊട്ടാരത്തില് അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്തു കാണുന്നു. പക്ഷെ ഈ കുഞ്ഞ് അതൊന്നും സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല എടുക്കുന്നത്. ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് വെറ്റ് നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകള് വന്ന് ഈ കുഞ്ഞിനെ കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോക്കെ കുഞ്ഞ് കരയുകയും അതിന് കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആവർത്തിച്ച് അവർക്ക് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ ഏതാനും മാസങ്ങള് സ്വന്തം ഉമ്മയുടെ അടുക്കല് കഴിച്ചുകൂട്ടിയ, ഉമ്മ കെയർ ചെയ്ത് വളർത്തിയ കാരണത്താൽ തന്നെ കുട്ടിക്ക് അത് എളുപ്പത്തില് ആ വ്യത്യാസം അനുഭവപ്പെടുകയും അത് മറ്റുള്ളവര് അതിനെ കെയർ ചെയ്യുന്നത് വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രതികരണമാണ് കുട്ടിയിൽ നിന്നുണ്ടാവുന്നത്. അത് ഇഷ്ടപ്പെട്ടിരുന്ന സ്വന്തം ഉമ്മ കെയർ ചെയ്യുന്നത് അക്കാര്യം അല്ലാതെ മറ്റൊരാള് തന്നെ കെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണം കുഞ്ഞിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ആ വിധത്തിൽ അതിന്റെ മനസ്സിനെ അള്ളാഹു സജ്ജീകരിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹറംന, നാം വിലക്കിയിരുന്നു, അലൈഹി, അദ്ദേഹത്തിന്, നാം അദ്ദേഹത്തിന് നിഷിദ്ധമാക്കിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കാത്ത വിധത്തില് നാം അവന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇതൊരു ദൈവിക നടപടിയാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെ വെറ്റ് നഴ്സസിന്റെ സേവനം വേണ്ടാന്ന് വെച്ച് കരയുമെന്നല്ല ഇതിന്റെ സൂചന. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അങ്ങനെ വർഷങ്ങളോളം പരിചരിച്ചുകൊണ്ട് പോറ്റി വളർത്തിയത് മറ്റൊരു സ്ത്രീയാണ്. നമുക്ക് അത് ചരിത്രത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് കുഞ്ഞിനത് പറ്റാത്ത, അതിലൊട്ടും താല്പര്യം കാണിക്കാത്ത, മുഖം തിരിച്ചു കളയുന്ന ഒരു പ്രതികരണമാണ് കുഞ്ഞിൽ നിന്നുണ്ടാകുന്നത്. ആ വിധത്തിൽ അള്ളാഹു ആ കുഞ്ഞിനെ സജ്ജമാക്കിയിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വഹറംന അലൈഹിൽ മറാദിയ മിൻ ഖബൽ, നേരത്തെ തന്നെ അവന് നാം മുലയൂട്ടുന്ന അമ്മമാരെ വിലക്കിയിരുന്നു. മുലയൂട്ടുന്ന അമ്മമാര് അവന് ഇഷ്ടമല്ലാതാക്കി മാറ്റിയിരുന്നു. ഫഖാലത്ത്, അപ്പോഴാണ്
മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് പുറകെ വരുന്നുണ്ടായിരുന്നല്ലോ. അവള് വളരെ തന്ത്രപൂർവമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആരുടെയും ശ്രദ്ധയിൽ പെടാത്ത വിധത്തിൽ ഈ കുഞ്ഞിനെ അടക്കം ചെയ്ത പെട്ടി ഒഴുകി പോകുന്നതും അത് ഫിറോവിന്റെ ഉദ്യോഗസ്ഥന്മാര് കണ്ടെത്തുന്നതും അവര് കൊട്ടാരത്തിലേക്ക് ആ പെട്ടിയിലുണ്ടായിരുന്ന കുഞ്ഞിനെയും ഒക്കെ ആയിട്ട് പോയതും ആ കുഞ്ഞിനെ അവിടെ പോറ്റി വളർത്താം എന്ന നിലക്ക് അവര് തീരുമാനം എടുക്കുന്നതൊക്കെ അതിന്റെ എല്ലാ പൾസും അറിഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി അത് പിന്തുടർന്ന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസരം കിട്ടിയപ്പോ അവര് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ കൂലിക്ക് കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന തരം ജോലി ചെയ്യുന്ന വെറ്റ് നഴ്സസ് വന്ന കുഞ്ഞിനെ പരിചരിക്കാൻ നോക്കിയപ്പോ അതൊന്നും ഈ കുഞ്ഞിന് പറ്റാത്ത ഒരു പ്രതികരണം ഉണ്ടാകുന്നതൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഫിറോവിന്റെ പത്നി ഇതിൽ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ വേണ്ട പരിചരണങ്ങൾ നൽകാൻ വേണ്ടിയൊക്കെ ശ്രമങ്ങൾ നടത്തുമ്പോൾ കുഞ്ഞ് അതൊന്നും സ്വീകരിക്കാതിരിക്കുന്നതും ആ സ്ത്രീ വല്ലാതെ അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നതും ഒക്കെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ആ ഘട്ടത്തില് ഏറ്റവും അനുയോജ്യമായ ഒരു അവസരം ഉണ്ടായി വന്നപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി അവരോടായിട്ട് പറയുന്നത്, ഫഖാലത്ത്, കുഞ്ഞ് മറ്റാരുടെയും പാല് കുടിക്കാൻ സന്നദ്ധത കാണിക്കാതിരുന്നപ്പോ അവള് പറഞ്ഞു, അല്ല അതുല്ലുക്കും അല അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു, ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെ പറഞ്ഞു തരട്ടെ, സൂചിപ്പിച്ചു തരട്ടെ. യക്ഫുലൂനഹു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ കുഞ്ഞിനെ പോറ്റി വളർത്തുന്ന അതിന് സന്നദ്ധരാകുന്ന ഒരു കുടുംബത്തെ പറഞ്ഞു തരട്ടെ. വഹും ലഹു നാസിഹൂൻ, വളരെ ഗുണകാംക്ഷയോടുകൂടി ഈ കുഞ്ഞിനെ പരിചരിക്കാനും പോറ്റി വളർത്താനും ഒക്കെ സന്നദ്ധതയുള്ള അതിനേറ്റവും യോജിച്ച ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി ചോദിക്കുന്നത്. ആദ്യം ഈ മുർദിയാത്ത് ആയ സ്ത്രീകള് ഈ കുഞ്ഞിന് പരിചരിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊട്ടാരത്തിലാണ്. രാജാവിന്റെ കൊട്ടാരത്തില് വെച്ച് ഈ കുഞ്ഞിനെ മുലയൂട്ടാനും അതിനെ പരിചരിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴാണ് കുഞ്ഞതിന് കൂട്ടാക്കാതിരുന്നത്. അപ്പോ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി അതൊക്കെ കണ്ടും അറിഞ്ഞും ആ സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആകെ ബുദ്ധിമുട്ടിയില്ല ഈ കുഞ്ഞിനെയും കൊണ്ട്, ഇതിനെ നന്നായി പോറ്റി വളർത്താൻ സന്നദ്ധതയുള്ള വളരെ ഗുണകാംക്ഷയോടുകൂടി ഈ കുഞ്ഞിനെ കെയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കുടുംബം എനിക്ക് എന്റെ അറിവിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവരെ കുറിച്ച് പറഞ്ഞു തരട്ടെ എന്നാണ് ഇടപെട്ടുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി പറയുന്നത്. അല്ല അതുല്ലുക്കും അല അഹ്ലി ബൈത്തിൻ, ഇവിടെ ഒരു സ്ത്രീയെ പറഞ്ഞു തരട്ടെ എന്നല്ല പറയുന്നത്, ഒരു കുടുംബത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. മുലയൂട്ടാൻ കഴിയുന്ന സന്നദ്ധതയുള്ള വലിയ ഗുണകാംക്ഷയോടുകൂടി കുട്ടിയെ കെയർ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു സ്ത്രീയെ പറഞ്ഞു തരട്ടെ എന്നല്ല, അങ്ങനെ ഒരു കുടുംബത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. യക്ഫുലൂനഹു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഇവനെ അവര് പോറ്റി വളർത്തും. വഹും ലഹു നാസിഹൂൻ, ഇവന്റെ കാര്യത്തില് അവർക്ക് വലിയ ഗുണകാംക്ഷയും ഉണ്ടാവും. അങ്ങനെ ഒരു കൂട്ടരെ, ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ നിങ്ങൾക്ക് കുഞ്ഞിനെ അതിന്റെ മുലയൂട്ടൽ പ്രായം കഴിയുന്നത് വരെ അവിടെ വളർത്താം. അവര് നോക്കിക്കോളും വേണ്ട വിധത്തില്. കുഞ്ഞിന് പാല് കൊടുക്കലും അതിന് ഗുണകാംക്ഷയോടുകൂടി അതിനെ കെയർ ചെയ്യലും ഒക്കെ അവര് ചെയ്തുകൊള്ളും. അതിനു പറ്റിയ ഒരു കുടുംബം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി പറയുന്നത്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിനെ നാം അദ്ദേഹത്തിന്റെ ഉമ്മായുടെ അടുക്കലേക്ക് തന്നെ തിരികെ എത്തിച്ചു. സഹോദരി പറഞ്ഞ കാര്യം രാജ്ഞിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാജ്ഞി ആ നിർദ്ദേശം സ്വീകരിക്കുകയും അതിന് രാജാവിന്റെ അനുമതി നേടുകയൊക്കെ ചെയ്തുകൊണ്ട്
കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി ഈ സ്ത്രീയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു, അല്ലെങ്കിൽ ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് അവര് കുഞ്ഞ് ആ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുത്തി അവരെ ചുമതല ഏൽപ്പിച്ചു എന്നൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്തരം വിശദാംശങ്ങളൊക്കെ നമുക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ വിവരണത്തിൽ നിന്ന് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായുടെ അടുക്കിലേക്ക് കുഞ്ഞിനെ അള്ളാഹു എത്തിച്ചു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫറദദ്നാഹു ഇലാ ഉമ്മി, അദ്ദേഹത്തെ നാം അദ്ദേഹത്തിന്റെ ഉമ്മായുടെ അടുക്കിലേക്ക് തന്നെ എത്തിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഇതിന് പ്രയോഗിക്കപ്പെട്ട ചില മക്റുകൾ, ചില തന്ത്രങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ടും ഇവിടെ മനസ്സിലാക്കിയതാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അടുക്കലേക്ക് തന്നെയാണ് കുഞ്ഞിനെ എത്തിച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് അവരുടെ താല്പര്യം എന്നുള്ള നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായുടെ അടുക്കൽ കുട്ടി എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഇതേക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയത് വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: മസലുല്ലദീ യഅമലു വയഹ്തസിബു ഫീ സുനഅതിഹി അൽ ഖൈർ കമസലി ഉമ്മി മൂസ തുർദിഉ വലദഹ വതഅഖുദു അജ്റഹ. സ്വന്തം ജോലി ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനു വേണ്ടി, എന്നിട്ട് അതിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം മൂസായുടെ ഉമ്മായുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം. മൂസായുടെ ഉമ്മ കുഞ്ഞിന് പാലൂട്ടുന്നു, എന്നിട്ട് രാജാവിന്റെ അടുക്കൽ നിന്ന് അതിനുള്ള പ്രതിഫലം, അതിനുള്ള ശമ്പളം പറ്റുകയും ചെയ്യുന്നു എന്ന വിധത്തിൽ ഈ സംഭവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, നാം അവനെ അവന്റെ ഉമ്മായുടെ അടുക്കലേക്ക് തന്നെ തിരികെ എത്തിച്ചു. കൈ തഖറ അയ്നുഹ, അവരുടെ കണ്ണുകള് കുളിരണിയുന്നതിന് വേണ്ടിയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് കൺകുളിർമ ഉണ്ടാകുന്നതിന് വേണ്ടി, അവർക്ക് സന്തോഷവും ആശ്വാസവും സമാധാനവും ഒക്കെ അനുഭവപ്പെടാൻ വേണ്ടിയാണ് കുഞ്ഞിനെ അവരുടെ അടുക്കലേക്ക് തന്നെ നാം തിരികെ എത്തിക്കുന്നത്. അത് മാത്രമല്ല, വേറെയും ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാം ബാല്യം അല്ലെങ്കിൽ ശൈശവം സ്വന്തം ഉമ്മായുടെയും കൂടപ്പിറപ്പുകളുടെയും സാന്നിധ്യത്തിലായിട്ട് ചെലവഴിക്കാൻ അവസരം വീണ്ടും കിട്ടിയത്, തന്റെ പശ്ചാത്തലം, താൻ ജനിച്ചത് ആരുടെ സന്താനമായിട്ടാണ്, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് കുടുംബത്തിലാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കാൻ ആ ഒരു താമസം, ആ ഒരു സമയം വളരെയേറെ പ്രയോജനപ്പെടുകയാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളാണ് താൻ എന്നത് മൂസ അലൈഹി ഇസ്ലാമിന് കൃത്യമായി ബോധ്യമുണ്ടാവുന്നു. ചരിത്രപരമായ ചില സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടത് ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ചാണ്. ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ച് ആണ് മൂസ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഈ മൂസ എന്ന വാക്ക് ബൈബിളിന്റെയും തൽമൂദിന്റെയൊക്കെ സൂചന പ്രകാരം ഈ ഫിറഔന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് മൂസ നബിക്ക് ഈ പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഷാപരമായ സൂചന, ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് കയറ്റി അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി എന്നാണ്. മൂസ എന്ന വാക്കിന്റെ അർത്ഥസൂചന അങ്ങനെയാണ്. ഇത് ഹീബ്രു ഭാഷയിൽ ഉള്ളൊരു വാക്കല്ല. ഖിബ്തി വംശജരുടെ എന്ന് പറഞ്ഞ ബനു ഇസ്രായേലിന്റെ ഭാഷയിലല്ല ഇത്. ഖിബ്തി വംശജരുടെ ഭാഷയിലാണ് ഈ പദം വരുന്നത്. ഞാൻ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിൽ, ഇവനെ ഞാൻ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്.
ഇനി വേറൊരു അവരുടെ ഈജിപ്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു പ്രാദേശിക ഭാഷയില് ഇത് മൂ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളം എന്നാണ്. ഓശെ എന്ന വാക്കിന്റെ അർത്ഥം മോചിപ്പിക്കപ്പെട്ടവൻ എന്നാണ്. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരുന്നത്. അത് ടിബറ്റി ഭാഷയിലായാലും അതല്ലെങ്കിൽ ഒരു സങ്കര ഇനം ഭാഷ ഈജിപ്തില് അന്ന് നിലവിലുണ്ടായിരുന്നത് ആ ഭാഷയിലായാലും ആ വാക്ക് സൂചിപ്പിക്കുന്ന അർത്ഥം അങ്ങനെയാണ് എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ പേര് നൽകപ്പെട്ടത് ഫിറോവിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ്, ഈ അർത്ഥസൂചനയുള്ളതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ കുറച്ചു കാലം ശൈശവത്തില് സ്വന്തം ഉമ്മായുടെയും കുടുംബത്തിന്റെയും കൂടെ കഴിയാൻ മൂസ അലൈഹി ഇസ്ലാമിന് വീണ്ടും അവസരം ലഭിച്ചതോടെ അദ്ദേഹത്തില് അടിസ്ഥാനപരമായി രൂപപ്പെടുത്തിയെടുക്കേണ്ടിയിരുന്ന കുടുംബ ബന്ധവും സ്വന്തം വംശത്തോടുള്ള ആ അടുപ്പവും ഒക്കെ തന്നെ ഉമ്മയോടും സഹോദരിമാരോടും അതുപോലെ സ്വന്തം വംശത്തോടും ഒക്കെ വലിയ അടുപ്പവും അതുപോലെ തന്നെ സ്നേഹ ബന്ധവും ഒക്കെ ഉണ്ടായി വരാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൈവിക യുക്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. സ്വന്തം ഉമ്മയെ മൂസ അലൈഹി ഇസ്ലാം ഉമ്മ എന്ന് വിളിക്കുന്നത്, സ്വന്തം സഹോദരിയെ സഹോദരി എന്ന് വിളിക്കുന്നത്, ജ്യേഷ്ഠ സഹോദരനെ സഹോദരൻ എന്ന് വിളിക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു സാധ്യതയായിട്ട് അദ്ദേഹത്തിന് അള്ളാഹു ആ അവസരം തുറന്നു കൊടുക്കുകയാണ്. മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയെ ഉമ്മ എന്ന് തന്നെയാണ് വിളിക്കുക. സ്വന്തം ഉമ്മയെ പോലെയുള്ള പരിഗണനകളാണ് അതിൽ ഇസ്ലാം നൽകുന്നത്. നമുക്കറിയാം, മുലകുടി ബന്ധത്തിലുള്ള സഹോദരി എന്നത് സ്വന്തം സഹോദരിയെ പോലെയാണ്. അവരെ വിവാഹം ചെയ്യാനോ അങ്ങനെയുള്ളതൊന്നും പറ്റൂല. സ്വന്തം സഹോദരിയെ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതിൽ. സഹോദരനും അങ്ങനെ തന്നെ. അപ്പോ മുലകുടി ബന്ധത്തിലുള്ള ആ ഉമ്മ, സഹോദരി, സഹോദരൻ എന്ന നിലക്കൊക്കെ സമൂഹം മനസ്സിലാക്കിക്കോളും എന്ന് വേണമെങ്കിൽ അവർക്ക് കരുതാം. അതേ സമയത്ത് സ്വന്തം ഉമ്മയെ തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാം ഉമ്മ എന്ന് വിളിക്കുന്നതും, സ്വന്തം സഹോദരിയെ തന്നെയാണ് ആ നിലക്ക് വിളിക്കുന്നതും, സ്വന്തം സഹോദരനെ തന്നെയാണ് ആ നിലക്ക് വിളിക്കുന്നതും ഒക്കെ തന്നെ. ഇങ്ങനെ ചെയ്യുന്നതിന് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു വലിയൊരു അവസരം തുറന്നു കൊടുക്കുകയും എന്നിട്ട് അതിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിന് കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം ലഭിക്കുകയും വേതനം കിട്ടുകയും ചെയ്യുന്നു എന്നത് വളരെ വിചിത്രമായ അള്ളാഹുവിന്റെ ആസൂത്രണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മായുടെ അടുക്കലേക്ക് തന്നെ തിരികെ എത്തിച്ചു. കൈ തഖറ അയ്നുഹ, അവരുടെ കണ്ണുകൾക്ക് കുളിർമ അനുഭവപ്പെടുന്നതിന് വേണ്ടി, വലാ തഹ്സൻ, അവര് ദുഃഖിതയാവാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. വലിയ താലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടാനും വേണ്ടിയാണ്. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് നേരത്തെ തന്നെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അത് വൃഥാ നടത്തിയ വാഗ്ദാനമല്ല. അള്ളാഹു സത്യമായി പുലരുന്ന വിധത്തില് അത് പ്രയോഗത്തിൽ കൊണ്ടുവരും എന്ന കാര്യം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാണ് അള്ളാഹു ആ ശിശുവിനെ വീണ്ടും അവരുടെ അടുക്കലേക്ക് എത്തിച്ചിരിക്കുന്നത്. വലി തഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം, മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഉള്ള വാഗ്ദാനം അത് സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ, അവരറിയാൻ വേണ്ടിയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അവരിലേറെ പേരും ഇതൊന്നും അറിയുന്നില്ല. അള്ളാഹുവിന്റെ ഈ ആസൂത്രണം, അള്ളാഹുവിന്റെ ഈ തന്ത്രം, അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം
മൂസ അലൈഹി ഇസ്ലാമിനെ രാജാവിന്റെ ശമ്പളത്തിൽ തന്നെ സ്വന്തം ഉമ്മ പരിചരിക്കാനും സ്വന്തം കുടുംബത്തോട് വളരെ അടുപ്പമുള്ള ചേർച്ചയുള്ള വിധത്തില് ശൈശവം അവരോടൊത്ത് ചെലവഴിച്ചുകൊണ്ട് അവരുമായി വലിയ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായി വരുന്നതിനൊക്കെ വേണ്ടി അള്ളാഹു വലിയൊരു തന്ത്രം ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാതെയാണ് മറ്റേ സമൂഹം കഴിയുന്നത്. ഫിറഔനും അയാളെ പിന്തുണച്ചിരുന്ന ആളുകളും ഒക്കെ കഴിഞ്ഞിരുന്നത് ഇത് തങ്ങളെ കൊണ്ട് തന്നെ അള്ളാഹു അവർക്കായിട്ടുള്ള ഒരു ഒരു സാഹചര്യം ഒരുക്കി കൊണ്ടുവരികയാണ് എന്നത്, അവരുടെ കാര്യത്തിൽ തന്നെയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ആസൂത്രണമാണ് അത് എന്ന കാര്യമൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാമിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും അള്ളാഹു യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും ചെയ്തു. സ്വന്തം ഉമ്മ തന്നെ പരിചരിക്കുന്ന അവസ്ഥയുണ്ടായി, ഉമ്മ തന്നെ മുലയൂട്ടുന്ന അവസ്ഥയുണ്ടായി, സ്വന്തം സഹോദരിയുടെയും സഹോദരന്റെയും കൂടെ ശൈശവവും ബാല്യവും ഒക്കെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു വേണ്ട സാമ്പത്തികമായ സഹായവും ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യവും അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. വളരെ വിചിത്രമായ, വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം സത്യമായി പുലരുന്ന ഒരു കാഴ്ചയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഈ സംഭവത്തിൽ കാണാൻ കഴിയുന്നത്. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാലും മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ മക്കയിലെ ആളുകളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി, തന്റെ ദൂതന്റെ ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്തുമാത്രം ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നത് മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഈ കഥ അവരെ കേൾപ്പിക്കുന്ന വിധത്തില് ഇവിടെ വിവരിക്കുന്നത്. അവരറിയണം, അവരെന്തെല്ലാം തന്ത്രങ്ങളും പയറ്റിയാലും എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം അദ്ദേഹം നിർവഹിക്കും. അതിനു വേണ്ട സാഹചര്യങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കും. അത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല. പല പൂർവിക പ്രവാചകന്മാരുടെയും കാര്യത്തിൽ അള്ളാഹു കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കാര്യം തന്നെയാണ് എന്നൊരു സംഗതി മക്കയിലെ ആളുകളെ അറിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നൊരു താല്പര്യം ഈ കഥാവിവരണത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.